മാസ്റ്റർ ജിയുടെ ലേൺ ഹിന്ദി എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിലുള്ള ഢ എന്ന അക്ഷരത്തോടൊപ്പം ചിഹ്നങ്ങൾ ഉപയോഗിക്കേണ്ട രീതിയും അവ ഉച്ചരിക്കേണ്ട രീതിയുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മലയാളത്തിൽ ഢ എന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അത് ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക. ഒന്നുകൂടെ എഴുതാം. ഢ, ഹിന്ദിയിൽ ഢ. അപ്പോൾ ഢ എന്ന് ഹിന്ദിയിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഈ ഢ എന്ന അക്ഷരത്തിൽ എങ്ങനെയാണ് ചിഹ്നങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഢ ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഢ, ഢ ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഢ, ഢ, ഢ. ഹിന്ദിയിൽ ഢ എന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്തത് ഢി. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഇടത് ഭാഗത്തേക്ക് വള്ളി വരണം. ഢി, ഢി. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഢി, ഢി. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഇടതുവശത്തേക്ക് വള്ളി. ഇങ്ങനെയാണ് ഹിന്ദിയിൽ ഢി എന്ന് എഴുതേണ്ടത്. അടുത്തത് ഢീ. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഢീ, വലതുവശത്തേക്കാണ് വള്ളി വരേണ്ടത്. ഢീ, ഢീ. ഒന്നുകൂടെ എഴുതാം. ഢീ. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഢീ, വലതുവശത്തേക്ക് വള്ളി വരണം. ഇങ്ങനെയാണ് ഹിന്ദിയിൽ ഢീ എന്ന് എഴുതേണ്ടത്. അടുത്തത് ധു. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ മുകളിലേക്കാണ് ചിഹ്നം വരേണ്ടത്. ധു, ധു. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ധു. ഒന്നുകൂടെ എഴുതാം. ധു. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ധു. ഇങ്ങനെയാണ് ഹിന്ദിയിൽ ധു എന്ന് എഴുതേണ്ടത്. അടുത്തത് ഡു. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഡു. ഒന്നുകൂടെ എഴുതാം. ഡു. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഡു, ഡു, ഡു. ഇങ്ങനെയാണ് ഹിന്ദിയിൽ ഡു എന്ന് എഴുതേണ്ടത്. അടുത്തത് ഡ്ര. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഡ്ര, ഡ്ര. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഡ്ര. ഒന്നുകൂടെ എഴുതാം. ഡ്ര. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഡ്ര. ഹിന്ദിയിൽ ഡ്ര എന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്തത് ഢേ. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഢേ, ഢേ. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഢേ. ഒന്നുകൂടെ എഴുതാം. ഢേ. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഢേ. ഇങ്ങനെയാണ് ഹിന്ദിയിൽ ഢേ എന്ന് എഴുതേണ്ടത്. അടുത്തത് ഢൈ. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഢൈ, ഢൈ. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഢൈ. ഒന്നുകൂടെ എഴുതാം. ഢൈ. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഢൈ, ഢൈ എന്ന് ഹിന്ദിയിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്തത് ഢോ. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഢോ. ഒരു ദീർഘം, മുകളിൽ ഒരു വര. ഢോ. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഢോ, ഢോ. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഢോ.
ഢോ എന്ന് ഹിന്ദിയിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്തത് ഢൗ. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ദീർഘം മുകളിൽ 2 വരകളാണ് ഇടേണ്ടത്. ഢൗ ഢൗ ഢൗ. ഒന്നുകൂടെ എഴുതാം. ഢൗ. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ 2 വരകൾ മുകളിൽ. ഢൗ. ഇങ്ങനെയാണ് ഹിന്ദി ഢൗ എന്ന് എഴുതേണ്ടത്. അടുത്തത് ധം. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ധം. മുകളിൽ ഒരു കുത്താണ് ഇടേണ്ടത്. ധം. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ധം. ഒന്നുകൂടെ എഴുതാം. ധം. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ധം. ധം എന്ന് ഹിന്ദിയിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്തത് ധ. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ദ. ഒന്നുകൂടെ എഴുതാം. ദ. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ദ. 2 കുത്തുകളാണ് ഇടേണ്ടത്. ഒന്നുകൂടെ എഴുതാം. ധ. ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ധ. ഇങ്ങനെയാണ് ഹിന്ദി ധ എന്ന് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ എഴുതി നോക്കാം. ധ ധ ധി ധി ധു ധു ധ ധേ ധൈ ധോ ധൗ ധം ധ ധ ധ ധി ധി ധു ധു ധൃ ധേ ധൈ ധോ ധൗ ധം ധ ധ ധ ധി ധി ധു ധു ധൃ ധേ ധൈ ധോ ധൗ ധം ധ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിച്ചത് ഹിന്ദിയിലുള്ള ധ എന്ന അക്ഷരത്തോടൊപ്പം ചിഹ്നങ്ങൾ ഉപയോഗിക്കേണ്ട രീതിയും അവ ഉച്ചരിക്കേണ്ട രീതിയുമാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇത് എഴുതി പരിശീലിച്ചു നോക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല ക്ലാസ്സുകളുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ജാസ് അഹമ്മദ് സൈനിങ് ഔട്ട്.